എല്ലാവർക്കും പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നു നമുക്ക്. നമ്മളെല്ലാം മറന്ന് വീണ്ടും പ്രീമിയർ ലീഗ് ഫുട്ബോൾ തുടങ്ങുന്ന ആഹ്ലാദത്തായിരുന്നു. നമ്മളൊരു റിവ്യൂ ചെയ്തിരുന്നു. കണ്ടവരുണ്ടാവും, അധികാരം കണ്ടില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ആ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന്റെ ഒരു അവസ്ഥയിലായിരുന്നു. അവിടുന്ന് ആൻഫീൽഡില് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അറ്റ് ഹോം. കളി തുടങ്ങുമ്പോൾ രസമുണ്ടായിരുന്നു. വി വർ ഓൺ ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇസാക്ക് സ്റ്റാർട്ട് ചെയ്ത ഹാപ്പിനെസ് കുറെ ഫാൻസിനുണ്ടായിരുന്നു. മക്കാലിസ്റ്റർ കളിച്ചു, സോബോസ്ലൈ കളിച്ചു, സല കളിച്ചു, വാൻഡൈക്ക് കളിച്ചു, കൊനാട്ടെ കളിച്ചു. റൈറ്റ് ബാക്കിൽ ഇടയ്ക്ക് സോബോസ്ലൈ കളിച്ചു. ചിലപ്പോ നോക്കുമ്പോ കേർട്ടിസ് സ്റ്റോൺസ് അവിടെ ഉണ്ടായിരുന്നു. കെർക്കേസ് കളിച്ചു. എല്ലാരും കളിച്ചു. കഴിഞ്ഞ 6 കളിയില് 7 കളിയില് 6 തോറ്റു. അങ്ങനെ ഒരു കുറെ വെറ്ററൻ ഫാൻസ് ഒക്കെ ഉണ്ട്. അവര് തികഞ്ഞു നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു 1960-കൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് റിസൾട്ട്സ് വരുന്നത്. പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ ആകെയുള്ളത് ആസ്റ്റൺ വില്ല ഗെയിമിലെ വിക്ടറിയാണ്. ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ റയൽ മാഡ്രിഡിലെ വിക്ടറിയാണ്. നമ്മള് ക്ലോപ്പിന്റെ ഒരു വെസ്റ്റ് ബ്രോം മാച്ച് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മള് ഫാൻസിന്റെ കൂടെ ഡ്രോ ആയപ്പോ സെലിബ്രേറ്റ് ചെയ്ത ആ ഒരു മൊമെന്റ്. എനിക്കൊന്ന് അതിനുശേഷം ലാസ്റ്റ് ഗെയിം ആയിരിക്കും ആൻഫീൽഡ് ക്രൗഡ് ഫുൾ ടൈമിന് മുമ്പ് അല്ലെങ്കിൽ വളരെ നേരത്തെ ഗ്രൗണ്ട് ആൾക്ക് ഫാൻസ് ഒക്കെ പോകുന്നത്. എന്താണ് ഗണേശ, ലൈക്ക് നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ആകെ 2-3 വിൻസ് നമുക്ക് ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് നമുക്ക് എപ്പിസോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് കഴിഞ്ഞ ഗെയിമിൽ നമുക്ക് ബ്രോഡർ ഡിസ്കഷന് മുമ്പ് വാട്ട് ഹാപ്പൻ ഇൻ ദ ലാസ്റ്റ് ഗെയിം? നമ്മള് മര്യാദക്ക് സ്റ്റാർട്ട് ചെയ്തു ഗെയിമൊക്കെ. പറയുകയാണെങ്കിൽ സാലയുടെ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ ഐ റിയലി തോട്ട് ലൈക്ക് ബാക്ക് ടു ഹിസ് ബെസ്റ്റ്. ഡ്രിബിളിംഗ് ഒക്കെ കണ്ടിട്ട് ആകെ കിളിപോയിരിക്കുകയായിരുന്നു. സാല കളിച്ചു തുടങ്ങി, മേ ബി ദാറ്റ്സ് ഗുഡ് സൈൻ. സീനിയർ പ്ലെയേഴ്സ് തന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് വരുന്നു കണ്ടു. അപ്പോ പിന്നീട് ഗ്യാക്പോ യൂഷ്വലി നമുക്കറിയാലോ ടെംപ്ലേറ്റ് ടൈപ്പ് ആണ്. കട്ടിങ് ചെയ്യും, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ക്രോസ് ചെയ്യും. സോ അത് പുറമെ നോക്കുമ്പോൾ 2 വിങ്ങേഴ്സും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡിഫക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്ട്രൈക്കർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. 150 മില്യൺ കൊടുത്ത് മേടിച്ചിട്ട് അയാളെ ഉപയോഗിക്കാതെ, അയാൾക്കൊരു ടച്ച് പോലും കിട്ടാതെ ഒരു ടച്ച് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ നടക്കുന്ന കണ്ടു. അവസാനം കിട്ടിയ ടച്ച് അവന്മാര് മേടിച്ചോണ്ടും പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ പാസ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ആ ത്രോയിൻ ഭാഗത്ത്. അപ്പോ അങ്ങനെ കളി വെച്ച് നോക്കുമ്പോ ഓവറോൾ ഇപ്പൊ നീ പറഞ്ഞു എല്ലാരും കളിച്ചു പറഞ്ഞാൽ ജയിക്കണ്ടേ? ജയിക്കാതൊക്കെ വെറുതെ മറ്റേ സ്റ്റേഡിയത്തിൽ പ്രസൻസ് ഉണ്ടായിട്ട് എന്ത് കാര്യം? അതിലും ഏറ്റവും എനിക്ക് ഇതായി തോന്നിയത് കൊണാട്ടെ കളിച്ചു എന്ന് പറഞ്ഞാണ്. കൊണാട്ടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയാം, കളിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോ എന്താ പറയാ, മൊത്തത്തില് ഒരു അപാകത. ആള് വേണ്ട സ്ഥലത്ത് ആളില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏത് ഭാഗത്താണ് ആള് വേണ്ടത് അവിടെ ആളില്ല. ഡിഫൻസ് ആകുമ്പോ ആ സമയത്ത് ആളില്ല, അറ്റാക്ക് ചെയ്യുമ്പോ ആ സമയത്ത് ആളില്ല. എവിടെ നോക്കിയാലും കുറെ വോയിഡ് സ്പേസ് ഉണ്ട്. ഇതൊക്കെ ആരും ഒന്ന് അടയ്ക്കും. ജസ്റ്റ് ഡു ദ ബേസിക്സ് എന്ന് പറയാം. മേ ബി ഈ കണ്ടിന്യൂസ് ലോസസിന് വരെ ഒരു ഡ്രോ, നമ്മൾ ക്രിസ് പറഞ്ഞു ഡ്രോ സെലിബ്രേറ്റ് ചെയ്ത കാലം ഉണ്ടായിരുന്നു. ഡിവോക്കറുടെ ഡിഫ്ലക്റ്റഡ് ഷോട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്ലോപ്പിന്റെ വെസ്റ്റ് ബ്രോം ഗെയിം. സോ അത് സെലിബ്രേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോ ആ ഒരു അവസ്ഥ, ഒരു എന്താ പറയാ സിറ്റുവേഷൻ എങ്കിലും തരണ്ടേ? തോൽവിനെക്കാട്ടിലും ഒരു ഡ്രോ എങ്കിലും തരണ്ടേ? ഒരു ഡു ദ ബേസിക്സ് ആൻഡ് ജസ്റ്റ് പ്ലേ പ്രോപ്പർ നോർമൽ ഗെയിം. അത് മതിയായിരുന്നു. അതായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. സോ ഇതില് ഒന്നാമത് എന്താ പറയാ, കഴിഞ്ഞ മാൻ സിറ്റിയുടെ പൊട്ടി, അത് കഴിഞ്ഞ് വീണ്ടും സിറ്റി ഗ്രൗണ്ട് എന്ന് പറഞ്ഞു പോയപ്പോ വി തോട്ട് ഇറ്റ്സ്
സിറ്റി പ്രോബബ്ലി. കളി കണ്ടിട്ടപ്പോ അങ്ങനെ തോന്നി. ഫസ്റ്റ് 30 minutes നമ്മൾ നല്ല കളിച്ച് നോട്ടിംഗം ആണെന്ന് വിചാരിച്ച് കളിച്ച്, പിന്നെ അങ്ങോട്ട് ഒരു സെറ്റ് പീസ് കിട്ടി ഗോള് വാങ്ങിയപ്പോഴേക്ക് നമ്മള് വിട്ട്, ഇത് നമ്മളെ കൊണ്ടാവൂല, ഇനി അവരെന്താ വെച്ചാ ചെയ്യട്ടെ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. സങ്കടമാണ് ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിട്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ന്യൂ പ്ലേയേഴ്സ് ഓർ ദ മണി. പണ്ടുള്ള പ്ലേയേഴ്സ് പോലും nobody is doing what they are supposed to do or they were used to do. നമ്മളിപ്പോ പറഞ്ഞ ഗണേഷ് പറഞ്ഞ പോലെ സല ഒരു ഡ്രിബ്ലിംഗ് ഉണ്ടായിരുന്നു ഇനീഷ്യലി, അതൊക്കെ ആദ്യത്തെ 30 മിനിറ്റ്. ആ ഫസ്റ്റത്തെ ഗോള് കൺസിഡർ ചെയ്തതിനു ശേഷം it felt like the entire team changed. നമ്മൾ ഈ മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആ എന്താ പറയുക 90th മിനിറ്റിൽ ആണെങ്കിൽ പോലും ഇഫ് യു ആർ ട്രെയിലിംഗ് വിൽ സ്റ്റിൽ വിൻ എന്നുള്ളൊരു ഡ്രോ ചെയ്ത് പിന്നെ വിൻ ചെയ്യുക എന്നുള്ള ആ ഒരു ഫീലിംഗ് നിന്ന് ഫസ്റ്റ് ചാൻസ് നോട്ടിംഗ്ഹാം ഹാഡ് one chance. I mean, first 30 minutes they scored the first chance. Then we are done with the day. അതായത് അവസ്ഥ. That's sad. അതെ, ഗ്രൂപ്പിലൊക്കെ ആകെ ഒരു ഒരു ഡിസാസ്റ്റർ ആയി എന്തുണ്ടായ അവസ്ഥ തന്നെയായിരുന്നു. മാച്ച് മുഴുവൻ അങ്ങനെ ഒരു സ്ഥലത്തിരുന്നല്ല കണ്ടത്. മാച്ച് കാണുന്നത് തന്നെ രസമായിരുന്നു. അത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ, കുറെ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന സമയം. മീറ്റിംഗ് കഴിഞ്ഞ് കറക്റ്റ് സൈക്കിള് റൈഡ് ചെയ്ത് വരികയാണ്. അപ്പൊ ഒരു കയ്യില് ഫോണിൽ ഇങ്ങനെ മാച്ച് കണ്ടുകൊണ്ടാണ് സൈക്കിളോട്ട് വരുന്നത്. അതിന്റെ ഇടയിൽ ഗോള് വീഴുന്നതും ഒക്കെ കണ്ട് ആകെ പറഞ്ഞ പോലെ രസമായിട്ട് നന്നായിട്ട് കളിച്ചു തുടങ്ങി തുടക്കം. പിന്നെയാണ് അങ്ങനെ ഈ അവര് ഗോളടിച്ചോടുകൂടി പറഞ്ഞ പോലെ എല്ലാ ഹെഡ്സ് അങ്ങനെ താഴെ പോയി. എന്തായാലും നല്ല ഭയങ്കര ഡെസ്പ അവസ്ഥയാണ് ഗ്രൂപ്പുകളിലൊക്കെ. എല്ലാവരും ആകെ ഹോപ്പൊക്കെ പോയ പോലെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും അത് ക്ലിയർ ആയി പോകുന്നുള്ള ഒരു ഇത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എനിവേ പ്ലേയേഴ്സിന്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ അതല്ല, നമ്മൾ നോക്കുമ്പോ ഈ ഇസാക്ക് സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞു. ഇസാക്കിന് മിനിറ്റ്സ് ആവശ്യമുണ്ട്. എക്കിട്ടൊക്കെ കുറെ മിനിറ്റ്സ് കളിച്ചു. സോബോസ്ലൈം കേർക്കസ് ഓൾറെഡി ഒരു ഭയങ്കര ഡിസപ്പോയിന്റിങ് ഒരു ഇതിന്നാണ് മാച്ചിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ഒരു ടീം തന്നെ ഒരു മിക്സഡ് മെന്റാലിറ്റി അവസ്ഥയിലാണ് ഓൾറെഡി ഉണ്ടായിരുന്നത് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. ഇഞ്ചറി ഇസാക്ക് മെന്റലി ഫിസിക്കലി മാത്രമല്ല, നമ്മൾ മെന്റലി ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം ഇത്രയും ദിവസമായിട്ടും ഇത്രയും മന്ത്സ് കഴിഞ്ഞിട്ടും അങ്ങോട്ട് ഇഞ്ചറി അങ്ങ് വിട്ടുപോകുന്നില്ല ടീമിൽ. അപ്പൊ അങ്ങനെ മെന്റാലിറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. ഇപ്പോ കൊണാറ്റയുടെ ആണെങ്കിൽ കോൺട്രാക്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള്, അങ്ങനെയെല്ലാം. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെയാണ് ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ യോട്ടയുടെ പ്രശ്നങ്ങൾ, യോട്ടെ വിട്ടുപോയതിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അങ്ങനെ ഒരു മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ടീം കളിച്ചു പോകുന്നത്. അപ്പൊ അത് ഓവർകം ചെയ്യാനുള്ള സമയം വന്ന് അവര് ശരിയാവുന്നുള്ളതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഞങ്ങള് നമുക്ക് ഇതിന്റെ ഒരു ടാക്ടിക്കൽ ഡെപ്തിൽ അല്ലെങ്കിൽ കൂടെ ഇതിന്റെ ഒരു സുദീപ് 2 പോഡ്കാസ്റ്റ് മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മള് ഡ്രോ ആവുന്നില്ല എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതേ പോയിന്റ് ഗണേശൻ പറഞ്ഞു. നമ്മള് ഡ്രോ ഇല്ല, നമ്മൾ ഒന്നെങ്കിൽ ജയിക്കുക തോക്കുക. അവിടെയാണ് നമ്മുടെ മാനേജ്മെന്റിലേക്ക് ഞാൻ വരുന്നത്. അതായത് എനിക്ക് ഏറ്റവും സ്ലോട്ടിന്റെ മാനേജറിനെ ഞാൻ റേറ്റ് ചെയ്ത് തുടങ്ങിയത് കഴിഞ്ഞ സീസൺ അറൌണ്ട് ഡിസംബർ 26 24 23 ആ സമയത്താന്ന് തോന്നുന്നു. ഫുൾഹാമിന്റെ കൂടെ നമ്മൾ റെഡ് കാർഡ് മേടിച്ചപ്പോ പുള്ളി ഫോർവേഡ്സിനെ ഇറക്കിയിട്ട് അറ്റാക്കിംഗ് ആയി കളിച്ച് നമ്മളൊരു ഓൾമോസ്റ്റ് ജയിച്ചേനെ. ലാസ്റ്റ് ജോട്ടയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അത് അടിച്ചെങ്കിൽ ജയിച്ചേനെ നമ്മൾ ഡ്രോ പിടിച്ചു. ആൻഡ് ദാറ്റ് ഈസ് ദ ഡേ ഐ റിയലി ഫൗണ്ട് ദിസ് മാനേജർ ടു ബി ഓക്കെ. ഇയാളുടെ കയ്യിൽ എന്തൊരു സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് തോന്നിയ. കാരണം ആ സമയത്ത് അർട്ടേറ്റ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റ് മാനേജേഴ്സ് ഒരു ഡിഫെൻസീവ് അപ്രോച്ചിലേക്ക് പോയി അവിടുന്ന് നമ്മൾ കളി തോക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അയാൾ ആ മാച്ചിൽ തന്നെ ഇൻ ഗെയിം തന്നെ 4-5 സിസ്റ്റം മാറ്റി ഹി ഗോട്ട് റിസൾട്ട് ഔട്ട് ഓഫ്. ആൻഡ് ഐ റിയലി ലൈക്ക് വാട്ട് ഐ സോ. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ആണോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മൾ ആദ്യം കൺസീഡ് ചെയ്യുന്നു, കൺസീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്ലൈൻഡ് ചേസാണ് കളി ജയിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മള് പിന്നെ സിസ്റ്റം ഇല്ല, സെറ്റപ്പ് ഇല്ല, ഒന്നുമില്ല.
നമുക്കൊരു ഡിഫൻസ് ഉണ്ടാവും, നമുക്ക് ഫോർവേഡ്സ് ഉണ്ടാവും, ആൻഡ് ഹി കീപ്സ് ത്രോയിങ് പ്ലേയേഴ്സ് ഫോർവേഡ്. കൊണാട്ടെ എടുത്ത് മാറ്റി ഗ്രാവൻബർച്ചിനെ സെന്റർ ബാക്ക് ആക്കി കളിച്ചു. പിന്നെ 4 ഫോർവേഡും 1 മിഡ്ഫീൽഡറും മറ്റേ അങ്ങനെ കളിക്കുന്നു. ഒരു സിസ്റ്റം ഇല്ലായ്മ നമ്മൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അവിടെ നമ്മൾ പറയേണ്ടത് ഒന്ന് മെന്റാലിറ്റിയെ കുറിച്ചാണ്. മെന്റാലിറ്റി ഡൗൺ ആവുന്നുണ്ട്, ഓക്കെ, ഫെയർ എനഫ്. ബട്ട് സ്റ്റിൽ ആ മെന്റാലിറ്റി ഡൗൺ ആവുന്നത് കോച്ചിൽ നിന്ന് വരുന്ന ക്ലിയർ ഡയറക്ഷൻ ഇല്ലായ്മയിൽ നിന്നാണോ? കാരണം നമ്മള് സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് സീസണിന്റെ നോക്കിക്കഴിഞ്ഞാൽ സ്ലോട്ടിന്റെ സ്ട്രോങ് പോയിന്റ് തന്നെ വാസ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ മാച്ചസ്. അതായത് നമ്മള് ഫസ്റ്റ് ഹാഫിൽ കൺസിഡർ ചെയ്താലും സെക്കൻഡ് ഹാഫിൽ ചേഞ്ച് അപ്പ് തിങ്സ് ആൻഡ് വിൽ ഫൈൻഡ് എ വിൻ. അതിപ്പോ കാണുന്നില്ല. ആൻഡ് വി ആർ ബിക്കമിങ് എ ടീം ദാറ്റ് ഈസ് ചേസിങ്. ആൻഡ് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഓബിൻ പറഞ്ഞ പോലെ ഇഫ് വി സ്കോർ ഫസ്റ്റ് then we are comfortable, then we play well, even if they score we will score back. അങ്ങനത്തെ ഒരു ലെവലിലേക്ക്. എന്താണ് ഗണേഷ് അതിനെ കുറിച്ച് പറയുന്നത്? ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ മാനേജർ. അതാണ് ഞാനതാണ്, നമുക്ക് ഒരു ക്ലിയർ ഐഡിയ ഇല്ല ഹൗ ടു റിയാക്ട് വെൻ വി കൺസീഡ്. അതാണ് പ്രശ്നം, ഏറ്റവും പ്രശ്നം അതാണ്. മേ ബി നമ്മൾ ഒരുപാട് കൺസീഡ് ചെയ്തിട്ടുണ്ട്. 2 ഗോള് മേടിച്ചിട്ട് തിരിച്ച് 3 ഗോൾ അടിച്ചിട്ടുണ്ട്. ചില സമയം 3 ഗോൾസ് കൺസിഡർ ചെയ്തിട്ട് 3 ഗോള് തിരിച്ചടിച്ചിട്ടുണ്ട്. ആ ഒരു എന്താ പറയാ, ഒരു ഫയർ ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഒന്ന് ലൈക്ക് കിട്ടിയ ആൾക്കാരെ, ഉള്ള ബെഞ്ചിലെ ആൾക്കാരുള്ളത് അങ്ങനെ ഇറക്കി വിടുക. അറ്റാക്കേഴ്സ് ആരും ആവട്ടെ, ലെറ്റ് ഇറ്റ് ബി റിയോ എങ്കുമോഹ ആവട്ടെ, അല്ലെങ്കിൽ കിയേഴ്സ് ആവട്ടെ, ആരെങ്കിലൊക്കെ ഇങ്ങനെ ഇറക്കുക. അതായത് ടു സേവ് ദ ഫേസ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഇന്റൻഷനോടെയാണ് പ്ലേയേഴ്സിനെ ഇറക്കുന്ന പോലെ തോന്നുന്നു. ജയിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരു ഫീൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് ഒരു പ്ലെയർ വരുന്നു, ഓക്കെ ഈ മൈ ചേഞ്ച് ദ ഗെയിം എന്നുള്ള ഒരു ഫീലിംഗ് വന്നിട്ടില്ല. കാരണം വെച്ചാൽ ക്ലിയർ അവൻ വന്നിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഇന്റൻഷനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയുള്ളവർ കളിച്ച് ഹെൽപ്പ് ചെയ്താൽ മാത്രമല്ലേ ഒരു സ്റ്റാർ പ്ലെയർ ആവട്ടെ, ഈവൻ ഐസക് ആവട്ടെ, മെസ്സി ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, ടീം കളിച്ചാലേ ആ പ്ലെയറും കളിക്കുള്ളൂ. അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഇപ്പൊ ഞാൻ ഉള്ള ആൾക്കാരെ ഇറക്കി വിടാന്ന് പറഞ്ഞു. ആരൊക്കെ ബെഞ്ചിൽ അറ്റാക്കേഴ്സ് ഉണ്ടോ അവരെയൊക്കെ ഇറക്കി വിടാം, ഡിഫൻഡേഴ്സിനെ കയറ്റി ഇറക്കി വിടാം. പിന്നെ ആര് ഡിഫെൻഡ് ചെയ്യും? ഒരു ഗോള് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു ഗോള് പരമാവധി എങ്ങനെയെങ്കിലും തിരിച്ചടിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പാനിക്കായിട്ട് ഡിഫൻഡേഴ്സിനെ കയറ്റുക, അറ്റാക്കേഴ്സിനെ ഇറക്കുക. പിന്നീട് ആ ഡിഫൻസിനെ ആര് ഹെൽപ്പ് ചെയ്യാൻ? മിഡ്ഫീൽഡിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് തന്നെ ഇല്ല. മെക്കാലിസ്റ്റർ പിന്നെ പഴയ ഫോമിലെത്തി, ഒന്നും പറയാൻ പറ്റില്ല. സോ ഈ കളിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫൻഡേഴ്സിനെ സബ് ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നീട് കൺസിഡർ ചെയ്തുള്ളൂ. എന്തായാലും അറ്റാക്കിംഗ് വൈസ് എന്തായാലും ശരിയാവുന്നില്ല. വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. സോബോസലായി ബോള് കിട്ടിയ ആര് മേടിക്കാനാ? നേരെ തിരിച്ച് അലിസണ്ണോ അല്ലെങ്കിൽ ഗ്രാവൻബർച്ചിനോ മറ്റേ കൊടുക്കാൻ പറ്റുള്ളൂ. അറ്റാക്ക് ചെയ്യാൻ ഒരു വഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതായത് ബോള് കിട്ടിയ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി ഒരു ഭാഗത്തും വരുന്നില്ല. ഇതിൽ ഞാൻ മെന്റാലിറ്റി ഇഷ്യൂ ആയിട്ട് കാണുന്നത്, സെക്കൻഡ് ഹാഫിൽ പൊതുവെ നമ്മൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് സീസ് ഇൻകമിങ് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇത് കാണുന്നില്ല. നമ്മൾ എന്തായാലും ആ സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവും. ഇതിപ്പോ ഒന്ന് മേടിച്ചാൽ തീർന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കളിക്കുന്നത്. ആര് വന്നിട്ടും കാര്യമില്ല, ഏത് സബ് ഇറക്കിയിട്ടും കാര്യമില്ല, ടാക്ടിക്സ് ഇല്ല, ഒന്നുമില്ല, സിസ്റ്റം ഇല്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു റിസൾട്ടിന് വേണ്ടി ആൾക്കാരെ ഇറക്കി വിടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയത്. സോ ഇതില് സിസ്റ്റം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് വി ആർ സ്റ്റിൽ ഡിസോർഗനൈസ്ഡ്. അതിലൊരു വൺ ബിഗർ റീസൺ, നമ്മളിപ്പം എക്കിറ്റിക്കിന്റെ ഫസ്റ്റ് ലെറ്റ്സ് സേ 7-8 ഗെയിംസ് വി വർ സേയിങ് ദാറ്റ് ഹി ഈസ് ദ ബെസ്റ്റ് അമംഗ് ദ ന്യൂ സൈനിങ്സ്, റൈറ്റ്? കാരണം ആ ലെഫ്റ്റ് നിന്ന് വന്ന ഒരു ഡ്രൈവ് ഉണ്ട്, ഹി ജസ്റ്റ് ഗോസ് ഇൻ ടു ദ ബോക്സ്. അൺലൈക്ക് ഗാക്പോ, ഹി ക്യാൻ ഗോ ഐദർ സൈഡ്, he'll take a shot, everything. പക്ഷെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പം ഈ നോട്ടിംഗ്ഹാം അല്ല, അതിന്റെ മുന്നുള്ള ഒരു 3 മാച്ച് അടുപ്പിച്ചെടുത്ത് നോക്കിയാൽ ഹി ഹാസ് ദ ലീസ്റ്റ് ടച്ച് ഇൻ അവർ എൻറ്റയർ പ്ലേയിങ് 11 വെൻ ഹി പ്ലേഡ് ആസ് എ സ്ട്രൈക്കർ നമ്പർ 9. ഇന്നലെ എക്കിറ്റിക്കെ പോയി, ഇസാക്ക് വന്നു, ഹി ഹാഡ് 14 ടച്ചസ് ഇൻ 70 minutes. വി ഡോണ്ട് നോ ഹൗ ടു പ്ലേ എ നമ്പർ 9. സോ ഇപ്പൊ സംഭവിക്കുന്ന വെച്ചാൽ ആ നമ്പർ 9 ഒരു നോക്ക് കുത്തിനെ വെക്കുന്ന ഫീലാണ് നമുക്ക്.
ആര് വന്നിട്ടും കാര്യമില്ല. അറ്റ് ദിസ് പോയിന്റ് നോബഡി നോസ് ഹൗ ടു പ്ലേ വിത്ത് നമ്പർ 9. അത് സിസ്റ്റം ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ പ്ലേയേഴ്സിന് ദേ ആർ നോട്ട് യൂസ് ടു ഇറ്റ്. സല ഇപ്പൊ എത്ര 10 വർഷമായില്ലേ ഇവിടെ കളിക്കുന്നത്. ഹാസ് നോട്ട് പ്ലേഡ് വിത്ത് നമ്പർ 9 എവർ. ഒരു നമ്പർ 9 എന്ന് പറയാൻ പോലും ഉള്ളത് നമുക്കുണ്ടായിരുന്ന ഡാർവിനാണ്, ഹു വാസ് നെവർ ദർ. ഗാക്പോ ഹി കട്ട് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ there is no pass for number 9. സല കട്ട് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ there is no pass for number 9. പിന്നെ ആകെ കൂടി ചെയ്യാനുള്ളത് ഇവര് എന്താ പറയാ, സല ട്രൈ ചെയ്ത പോലെ ഈ ഔട്ട്സൈഡ് ഓഫ് ദ ബൂട്ടിൽ കേളർ കിട്ടിയാൽ കിട്ടി. So this is the only way we can have a number 9, right? അപ്പം ആ സാധനം ഇല്ലാത്തതുകൊണ്ട് number 9 doesn't have a role in it at all in our team right now, which means we are already playing with 9 outfield players. ഒരു entire game കളിച്ചിട്ട് if you are only touching 14 times, that means you are non-existent. അത് ഇസാക്കിനെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ എക്കിറ്റിക്കിനെ പറയുന്നതല്ല. We are not used to it, or slot is not utilizing it, whichever way it is. So one of the reason why Wirtz is also not playing well. He plays well with a 9 or with a striker. നമുക്ക് സ്ട്രൈക്കർ അറിയുന്ന സാധനം ഇല്ല, which means Wirtz ഇല്ല now. So that's where we are struggling. ഈ എക്കിറ്റിക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ he plays well on the left, but the moment he moves in, he's gone. ഈ സ്ട്രഗിള് ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പ്രശ്നം അത് മോർ ഓഫ് സാല പ്രോബ്ലം ആണ്. അത് ഈ നമ്പർ 9ന്റെ ഒരു പ്രോബ്ലം. കാരണം നമ്മളിപ്പോ ഇസാക്കിനെ ആയാലും എക്കിറ്റേക്കെയും വേർഡ്സിനെയൊക്കെ സൈൻ ചെയ്ത് വേറൊരു സ്റ്റൈലിൽ കളിക്കാനാണ്. എനിക്ക് തോന്നുന്നത് സല ഈ സിസ്റ്റത്തില് സ്യൂട്ടബിൾ അല്ല. സലയുടെ ഫോം താഴെ പോയി എന്നുള്ളതും ഈ സിസ്റ്റമായിട്ട് ഒത്ത് കളിക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണെന്നും കൂടി നമുക്ക് തോന്നാം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം വേർഡ്സ് താഴെ, അതായത് ഫ്രണ്ട് ടൂവില് ഇസാക്കും എക്കിറ്റേക്കും ഒരുമിച്ച് കളിക്കുന്നതും വേർഡ്സ് അതിന്റെ താഴെ, സലയ്ക്ക് അവിടെ താഴെ അങ്ങനെ കളിക്കാൻ പറ്റുന്നില്ല. സല വേറെ ഇതിലാ കളിച്ചിട്ടുള്ളത്, കട്ടിങ് ചെയ്തിട്ടും അങ്ങനെ ആ ഡ്രിഫ്റ്റ് ചെയ്ത് അകത്ത് കളിച്ച് അങ്ങനെയുള്ള പൊസിഷനിൽ സലയ്ക്ക് അറിയില്ല. അതാണ് സല അവിടെ കളിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഫ്രണ്ടിൽ കളിപ്പിക്കാൻ തുടങ്ങി, ഇസാക്ക് ഇഞ്ചുറി ഒക്കെ ആയ സമയത്ത്. അപ്പൊ അങ്ങനെ അപ്പോ സലയ്ക്കാണ് ഈ സിസ്റ്റത്തില് കളിക്കാൻ പറ്റുന്നത്. സലയാണ് എല്ലാവരും ബോള് സലയ്ക്ക് കൊടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും സലക്കയുടെ അവിടെ എത്തുമ്പോ ബ്ലോക്ക് ആവുകയും സല എന്നിട്ട് അപ്പൊ ഡ്രിബിൾ ചെയ്യാനൊക്കെ ചെയ്തു. ഇത് ഡ്രിബിൾ ചെയ്ത് കളിക്കുന്ന ഒരു സിസ്റ്റം അല്ല ഈ പറഞ്ഞ പോലെ അകത്തേക്ക് കട്ടിങ് ചെയ്ത് അങ്ങനെ വരുന്നത്. അങ്ങനെയല്ലല്ലോ. അപ്പോ നമ്പർ 9ലേക്ക് പന്തെത്തിക്കാൻ പറ്റാത്ത സലയുടെയും ഒരു പ്രശ്നമാണ്. ബോള് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതിന്റെ അവിടെ മിഡ്ഫീൽഡില് ഈ പറഞ്ഞ പോലെ സൊബോസ്ലയും അവിടെ വേറൊരു പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഗോൾ കൺസീഡ് ചെയ്താൽ നമ്മള് മെന്റാലിറ്റി എന്താ പ്രശ്നം എന്ന് വരുന്നത്, നമ്മള് അറ്റാക്കേഴ്സിനെ കേക്ക് വിടുന്നു. അതിന്റെ ഒരു വശം അതാണ്. അതിന്റെ എന്തുകൊണ്ട് അത് ചെയ്യണേന്നുള്ളത് വേറെ വശം കൂടി ഉണ്ട്. കൺസീഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല, നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്താൽ പിന്നെ ഒപ്പോണൻസിന് അറിയാം എന്താണെന്നുള്ളത്. അവര് ഭയങ്കര ഡിഫെൻസീവ് ആവും, ഓവർ ഡിഫെൻസീവ്. അവര് ഡ്രോപ്പ് ബാക്ക് ചെയ്യും, അവര് ബാക്കിലേക്ക് കളിക്കുക, ബസ് പോലെ അല്ലെങ്കിൽ അങ്ങനെ ബാക്കിലേക്ക് കളിക്കുക. അപ്പൊ അവിടെ ആ സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അറ്റാക്കേഴ്സിനെ ഇറക്കി വിടും. ഗോള് നമ്മളെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു അറ്റാക്കറെ വലിച്ച് ഡിഫൻഡർ ഇടുക. അത് നമ്മൾ കഴിഞ്ഞ സീസണിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഗോൾ അടിക്കുക അല്ലെങ്കിൽ നമ്മൾ ലീഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അറ്റാക്കേഴ്സിനെ മാറ്റി വീണ്ടും ആ ബാലൻസ് തിരിച്ചു കൊണ്ടുവരും. അത് വിൻ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയില് വർക്ക് ചെയ്യുന്നൊരു മാനേജറാണ് സ്ലോട്ട്. അപ്പൊ അതങ്ങനെ വരും. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ പ്രശ്നങ്ങള് മെന്റാലിറ്റിയുടെ പ്രശ്നം എന്നുള്ളത് മാച്ച് അപ്രോച്ച് ചെയ്യുന്നതിന്റെ ഒരു സ്ലോട്ടിന്റെ മെന്റാലിറ്റിയുടെ പ്രശ്നമില്ല. പ്ലേയേഴ്സ് പല പുതിയ പ്ലേയേഴ്സ് വന്നതിന്റെ സിങ്കിന്റെ പ്രശ്നം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്ലേയേഴ്സും ഓരോ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സോൾവ് ചെയ്ത് വരുന്ന ഒരു സമയം, ആ സമയം ചിലപ്പോ നമ്മള് ആ സമയത്തിന് വേണ്ടി നമ്മള് സാക്രിഫൈസ് ചെയ്യുന്നത് അല്ല. ഞാൻ ഇതുകൂടി പറഞ്ഞു നിർത്താം. സാക്രിഫൈസ് ചെയ്യും നമ്മൾ. അത് സാക്രിഫൈസ് ചെയ്യുന്നത് പ്രീമിയർ ലീഗിന്റെ ഇതിലായിരിക്കും. ആ ഒരു കോമ്പറ്റീഷനിൽ പ്രീമിയർ ലീഗിൽ നമ്മൾ ഇവരെല്ലാവരും സിങ്ക് ചെയ്ത് ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരലും അതിന് പകരം ബാക്കിയുള്ള ട്രോഫീസ്, ചാമ്പ്യൻസ് ലീഗ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിരിക്കും ഇത്തവണ നമ്മുടെ ഒരു റിയലിസ്റ്റിക് ഒരു അപ്രോച്ച് എന്നുള്ളത്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ പോസിറ്റീവ് ചാമ്പ്യൻസ് ലീഗിലാണ് നമുക്ക് ഉണ്ടാവാൻ പോണത്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് സലയുടെ പ്രശ്നമാണ് വല്ലൂന്ന് ആഫ്കോൺ നമുക്ക് മനസ്സിലാവും. ഈ
സിസ്റ്റം ചോദിക്കരുത്, എനിക്ക് മനസ്സിലായ how can we spend 270 million on 2 players, a number 9 and number 10, and we are sitting almost in December saying that നമുക്ക് 9 വെച്ച് കളിക്കാൻ അറിഞ്ഞൂടാ, നമുക്ക് 10 വെച്ച് കളിക്കാൻ അറിഞ്ഞൂടാ. അത് ശരിക്കും ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. അതായത് നമ്മള് ഒരു ബെൻസ് കാറ് മേടിച്ചിട്ട് എനിക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല, ഭാര്യക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല, വെച്ച ഡ്രൈവർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല പറഞ്ഞ. അതായത് നമുക്കിത് ഓടിക്കാൻ അറിയില്ലെങ്കിൽ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്താ സംഭവം? പുതിയ വണ്ടി വന്നു, പുതിയ വണ്ടി സലക്ക് ഓടിക്കാൻ അറിയില്ല, അതാണ് പ്രശ്നം. അല്ല, സലക്ക് ഓടിക്കാൻ അറിയില്ല പറഞ്ഞ ഗാക് പോയും പാസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഓബിൻ പറഞ്ഞ പോലെ ആ സിസ്റ്റം ഇസ് നോട്ട് ഡിസൈൻ ടു പ്ലേ വിത്ത് ദ നമ്പർ 10 ആൻഡ് നമ്പർ 9. സ്ലോട്ടിന്റെ സോബോസ്ല ഇപ്പൊ കളിക്കുന്ന നമ്പർ 10 എന്ന് പറഞ്ഞ നമ്പർ 10 അല്ലത്, അതൊരു എന്താണ്, ഒരു ഇഞ്ചിനാണത്. അതിങ്ങനെ ഓടി പരക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എങ്ങനെ. അത് മാത്രമല്ല, ഇപ്പൊ വേർഡ്സ് വന്നാലും ഇസാക്കിനും എക്കിടിക്കും അവിടെ കളിച്ച് ഒരുത്തരും ബോൾ കിട്ടുന്നില്ല. സോ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് സുദീപ് അല്ല ആരച്ച ഹൂവർ സപ്പോർട്ടിങ് സ്ലോട്ട് അറ്റ് ദ മൊമെന്റ്, ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ബട്ട് ഐ ആം ആസ്കിങ്, I don't want him gone personally, but what I'm asking is, ആ പ്രസന്റേഷനിൽ എന്തോന്ന് ഉണ്ടായിരുന്നു? ഈ വേർഡ്സിനെ കാണിച്ച് മയക്കി എന്ന് പറഞ്ഞ പ്രസന്റേഷനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു? സംഭവം സിമ്പിൾ ആയിരിക്കും. വേർഡ്സിന് കാണിച്ചതായിരിക്കും 4-4-2 ഡയമണ്ട്. യു ആർ ദ മിഡിൽ മാൻ ഓഫ് എവറിത്തിങ്. നിന്റെ മുന്നിൽ 2 സ്ട്രൈക്കേഴ്സ് ഉണ്ട്, ഒരു ഇസാക്ക് ഉണ്ടാവും, ഒരു എക്കിറ്റിക്ക ഉണ്ടാവും. ദേ വിൽ റൺ ഫോർ യു, ദേ വിൽ ഫിനിഷ് എവറിത്തിങ് ദാറ്റ് യു ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു ഡയമണ്ട് ഹെഡ് 10 കാണിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പം ഡയമണ്ടും ഇല്ല, ഗോൾഡും ഇല്ല, സിൽവറും ഇല്ല, ഒരു തരം ചെമ്പ് വെച്ചിട്ട് കളിപ്പിക്കുന്നുണ്ട്. എനിവേ, ഞാൻ ഒരു വൈൽഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ ടീം വെച്ചിട്ട് വി ഹാവ് ടു പ്ലേ ടിൽ ജാനുവരി, ബട്ട് ഡു യു തിങ്ക് ഇതിലൊരു എഡിഷനോ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാലൻസ് കിട്ടും എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് എനി അറ്റാക്കർ വുഡ് ചേഞ്ച് ഡ്രാസ്റ്റിക്കലി തിങ്സ്, ബിക്കോസ് അവർ ഇഷ്യൂ ഇസ് നോട്ട് ദാറ്റ്. അല്ല, അറ്റാക്കർ അല്ല, എനി പ്ലെയർ. Where I would feel is if we can get somebody to replace Konate, because right now Joe Gomez കളിക്കുന്നില്ല. കാരണം ഫിറ്റ്നസ് ആണെന്നാ പറയുന്നത്. Slot has really told it's a fitness issue rather than a performance issue, and there is nobody to replace him. Konate should be benched or should be binned, should be binned from the team എന്ന് ഞാൻ പറയുന്നില്ല, but a reality check that this is not how you play for Liverpool FC. എത്ര കളികളിൽ നമ്മൾ our major issue is that first we concede first and then we don't know what to do. അതിലൊരു 70 to 80% is something related to Konate. ബാഡ് ടച്ച് ആവാം, ബാഡ് പാസ് ആവാം, ബാഡ് പൊസിഷനിങ് ആവാം, ബട്ട് കൊനാട്ടെ ഈസ് there. He's in the middle of the reason of why we concede a goal. എത്ര വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ ഇത്രയും നാള് ട്രെന്റിന്റെ പ്രശ്നം അല്ലായിരുന്നു? എല്ലാം അറിയാൻ പറ്റില്ല, ബട്ട് at that point we had Szoboszlai in the middle. ഇപ്പൊ Szoboszlai അവിടെ ഇല്ല, Gravenberch is also attacking. I mean Konate മാത്രമാവാൻ ചാൻസ് ഇല്ല, because everybody is attacking, right? ആ ഒരു ഗ്യാപ്പ് he had only his side and Trent's side. Right now he has that right center. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എല്ലാം മൂപ്പർക്ക് തന്നെയാണ്. മൊത്തം അറ്റാക്കാണ്. എന്താ പറയാ, ഇപ്പോ ഞാൻ ഗണേശൻ ഒന്നും പറയുന്നില്ല. ഗണേശൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് ഗണേശൻ ഗ്രൂപ്പിലൊക്കെ ചെറുതായിട്ട് സ്ലോട്ട് ഔട്ട് ഒക്കെ ഇട്ട് തുടങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്.
എനിക്ക് സത്യം പറയാലോ, എനിക്ക് മതിയായി. എനിക്ക് ഇങ്ങനെ എന്റെ ടീം ഇങ്ങനെ കളി കണ്ട് എനിക്ക് പറ്റില്ല. സത്യം എനിക്ക് പറ്റില്ല. ഞാൻ വേറെ യൂട്യൂബിൽ വേറെ എന്തോ വീഡിയോ ഒക്കെ കണ്ടിരിക്കായിരുന്നു കളി ടിവിയിൽ. അത് കണ്ടിട്ട് ഒരു കാര്യമില്ല. നോട്ടിംഗ്ഹാം ഫാനായ കളി കാണുന്നതിന് രസമുണ്ട്. അല്ല, എന്ത് വന്നാലും ലീഗ് അടിച്ച മാനേജറെ സാക്ക് ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് അയാളെ സാക്ക് ചെയ്ത് കഴിയുന്നത് എഡ്വേർഡ്സിനും ഹ്യൂസിനും വലിയ ക്ഷീണമാണ്. കാരണം അവർ അപ്പോയിന്റ് ചെയ്തതാണ്, ഇത് വേറൊരാൾ അപ്പോയിന്റ് ചെയ്തതല്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇഫ് വി സാക്ക് ദ മാനേജർ, ഇറ്റ്സ് ലൈക്ക് ഹാവിങ് ടു റീസെറ്റ് ദ ഹോൾ പ്രോജക്ട്. ടെക്നിക്കലി അപ്പൊ കഴിഞ്ഞു. യുണൈറ്റഡ് ചെയ്യുന്ന പോലെ ഇപ്പം സ്ലോട്ടിന്റെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്, ഹി വാസ് ഓക്കെ പ്ലേയിങ് ഓൺ വിത്ത് വാട്ട് എവർ ക്ലോപ്പ് ഹാഡ്. പുതിയ മാനേജർ ഇപ്പൊ അങ്ങനെ പറയണമെന്നില്ല. ആൻഡ് ദെൻ സാക്കിനൊക്കെ ലിവർപൂൾ പോലത്തെ ഒരു ക്ലബിൽ ഇത്രയും ഷോർട്ട് നോട്ടീസിലൊന്നും ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. വി ക്യാൻ മൂവ് ഓൺ ഫ്രം. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാം, സാക്കിംഗ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല. എനിവേ ഈ പറഞ്ഞ പോലെ സ്ലോട്ട് അതിന് സൊല്യൂഷൻ കാണും. നമ്മൾ ഇത്തിരി കാട്ട് കയറാണ് ശരിക്കും. ഈ ഡിഫീറ്റ് ശരിയാണ്, ഭയങ്കര വലിയ ഡിഫീറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുന്നു, റൈറ്റ് ബാക്കില് ഇഞ്ചുറീസ് പ്രശ്നം വന്നു. സോബോസ്ലൈക്ക് വീണ്ടും പൊസിഷൻ മാറി കളിക്കേണ്ടി വന്നു. ഇസാക്കിനെ കളിപ്പിച്ച് ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സ്റ്റേജ് വന്നു. അത് കാരണം 30 മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതാണ് വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. നമ്മൾ സ്ലോട്ട് ചെയ്ത സൊല്യൂഷൻ കണ്ടെത്തും. അതാണ് എനിക്ക് ഫീൽ ചെയ്യണം. അങ്ങനെയാണ്. 7 കളിയിൽ 6 തോറ്റത് വലിയ പ്രശ്നമല്ലെങ്കിൽ എന്താണ് വലിയ പ്രശ്നം? നമ്മളിതിപ്പോ എല്ലാ കളിയും എല്ലാ പോഡ്കാസ്റ്റും ഇതേ റീസൺ തന്നെയാണ്. ഇഞ്ചുറീസ് ആവട്ടെ, എത്ര കാലം ഇങ്ങനെ പറഞ്ഞു എത്ര കാലം വരെ കാര്യം പറയുമ്പോ ഒരേ സാധനം. മാഡോയ്ക്ക് ഇഞ്ചുറി, ജീസസ് ഇഞ്ചുറി, ഹാവേർട്സ് ഇഞ്ചുറി, ഓഡേഗാർഡ് ഇഞ്ചുറി, Odegaard, Norgard injury. Arsenal are 11 points ahead of us. എത്രയാ? ചെൽസി ആയിട്ട് 7 പോയിന്റ്, സിറ്റി ആയിട്ട് 7, ചെൽസി ആയിട്ട് 6 അല്ലേ? 6 points. അടിപൊളി വിക്ടറി ആയിരുന്നു. തോമസ് ഫ്രാങ്കിനെ 2 വഴി ഓടിച്ചു. തോമസ് ഫ്രാങ്ക് അവിടെ പോയിട്ട് എന്താണ് കാട്ടി വെച്ചത്? വിൽ മൂവ് ഓൺ ടു ആർസണൽ ഗെയിം ബൈ ദ വേ. അവിടെ പോയിട്ട് എന്താണ് കാണിക്കാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് കണ്ടപ്പോഴാണ് നമ്മുടെ കളിയില് നമ്മൾ പിന്നെയും ഭേദമായിരുന്നു. സത്യം പറഞ്ഞ നമ്മള് ഭേദമായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് ഒന്നുമില്ല, 0 XG, ഒന്നുമില്ല. അവര് കളിച്ചിട്ടേ ഇല്ല. അതാ പറയുന്നത്, ഒന്നുമില്ല. ലൈക്ക് നത്തിങ് പെർഫോമൻസ്. ആൻഡ് ദെൻ ആർസണൽ ഡിസേർവ്ഡ്ലി എസെ തന്നെ ഹാട്രിക് അടിച്ചു. പാവം, അവരുടെ ടീമിൽ വരാൻ പോകുന്ന പ്ലെയർ ആയിരുന്നു. 6 മണിക്കൂർ കൊണ്ട് ആർട്ടേട്ടൻ റാഞ്ചി. എന്തെങ്കിലും ആർട്ടേട്ടന്റെ കുറിച്ച് പറയാനുണ്ടോ സുദീപ്? അതെ, ആർട്ടേട്ടന്റെ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞുള്ളൂ. ഞാൻ എസ് എ സൈൻ ചെയ്ത് കഴിഞ്ഞ ആ സമയത്ത് ഞാൻ പറയണ കാര്യമാണ്. എസ് എ നല്ല സൈനിങ് ആണ്. എസ് എ സെന്ററിൽ നന്നായിട്ട് കളിക്കും. ലെഫ്റ്റിലല്ല, അയാളുടെ മെയിൻ പൊസിഷൻ സെന്ററിലാണ്. ആ ഒഡേഗാർഡിന് ചിലപ്പോ ടീമിൽ തിരിച്ചു കയറാൻ പറ്റില്ല എന്നൊക്കെ അന്ന് പറഞ്ഞൊന്നും ഓർമ്മയില്ല. എന്തായാലും അന്ന് ആലോചിച്ച കാര്യം അത്. ആ അവസ്ഥയിലേക്ക് പറഞ്ഞത് മെസ്സി നല്ല രസമായിട്ട് അവിടെ കളിക്കുന്നുണ്ട്. ആ 3 ഗോളുകളും ഏകദേശം ബോക്സിന്റെ ആ പൊസിഷൻ, നല്ല ടൈറ്റ് സ്പേസ് ആയിരുന്നു ഒരു ഗോള്. ആക്ഷൻ റീപ്ലേ പോലെ അവിടെ വരും ഇവിടെ വരും. അതിന് ഗോൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ച് റൈസിന് നല്ലൊരു അസിസ്റ്റ് അവിടെ കൊടുക്കണ്ടായിരുന്നു. അതൊക്കെ അടിച്ചില്ല, നല്ല ഒരു തുടങ്ങിയപ്പോ തന്നെ. അപ്പൊ എനിവേ ആർസണലിന്റെ സ്കോഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. സ്കോഡ് എല്ലാ പൊസിഷനിലും ബാക്കപ്സ് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവര് വലിയ സ്കോഡാ, നമ്മുടെ സ്കോഡ് പോലെയല്ല, നല്ല വലിയ സ്കോഡാ. അവർക്ക് എല്ലാത്തിനും അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരാളെ ഇഞ്ചുറി ആയാലും അവിടെ അതിനുള്ള ആൾക്കാർ വരും. അപ്പൊ അതൊന്നും പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞ ഇതില് നമ്മള് ബ്രേക്കിന്റെ സമയത്ത് പറഞ്ഞു ആർസണലിന് ടൈറ്റിൽ അടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടെന്ന്. ആ ഒരു ഫോമിൽ തന്നെയാണ് അവര് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. എനിവേ ഇനി ആർസണലിനെ സിറ്റി വിൽ നോട്ട് ബി ടൈറ്റിൽ ചാലഞ്ചേഴ്സ് എന്ന് തോന്നുന്നില്ല. അവര് ഓൺ ആൻഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. അവർക്കിപ്പോ ഹാലൻഡ് ആണ് ഇപ്പോഴത്തെ മെയിൻ. ഹാലൻഡിന് അല്ലാണ്ട് അവർക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. സോ
അവിടെയാണ് അവരുടെ ഇഷ്യൂ. ആക്ച്വലി ഇറ്റ്സ് എന്ത് ചെയ്യും, വാട്ട് ഇഫ് ഹാലൻഡ് ഡസൻ സ്കോർ? എപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്നടിക്കുന്നത് പോരല്ലോ. I think he has to play Marmoush and കുറച്ചും കൂടി പ്ലേയേഴ്സ്. Marmoush is going down Alvarez route അല്ലേ? വന്നപ്പോ he was so explosive, so expressive. കളിപ്പിക്കാണ്ട് ഒരു ഗ്രീലിഷ് മറ്റേ ആൽവാരേസ് റൂട്ടിലേക്ക് അടുത്ത കൊല്ലം പോകും. അതെ, മിക്കവാറും പോകും. എനിക്ക് പിന്നെ ആ മാച്ചിൽ വേറെ കാര്യം കൂടി തോന്നിയതേ, ഈ സിറ്റിയുടെ ഓക്കെ നമ്മള് ന്യൂ കാസിലിന്റെ പറയാറുണ്ട് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത്. അവര് പെട്ടെന്ന് ഭയങ്കര എല്ലാ ഡ്യുവൽസും വിൻ ചെയ്യുന്ന പോലെയാ. എന്തൊരു ഇതായിരുന്നു, പന്ത് തൊടാൻ സമ്മതിക്കില്ല, 30 സെക്കൻഡ് റൂൾ അതുപോലെ. അവര് പെട്ടെന്ന് പന്ത് എടുക്കുക എല്ലാം ചെയ്യണ്ടായിരുന്നു. ഇത് കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ്. ന്യൂകാസിൽ സിറ്റിന്റെ കൂടെ കളിച്ച കളിയാണ് നമ്മള് സിറ്റിയോട് കളിക്കുന്നത് വിചാരിച്ചത്. ഫിസിക്കലി ഡോമിനേറ്റ്. അതന്നെ അതാണ്, അതുകൊണ്ടാണ് സിറ്റി തോറ്റ. അല്ലാണ്ട് സിറ്റിയും അങ്ങനെ മോശമായിട്ട് അങ്ങനെ കളിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവര് നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ന്യൂ കാസിൽ അതാണ് സംഭവിച്ചത്. ഞാൻ ആ മാച്ച് കണ്ടു. ജോലിംഗ്ടനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടീമിൽ കളിക്കുന്നത്? ബ്രൂണോ ജോലിംഗ്ടൺ ചെയ്യുന്ന ഫിസിക്കാലിറ്റിയാണ് താങ്കൾ മെക്കാലിസ്റ്റർ ഗ്രാവൻബർഗ്സിന് പ്രതീക്ഷിച്ചത്? അല്ല, നമ്മുടെ സോബോസ്ലൈനെ കൊണ്ട് പറ്റും, ഗ്രാവൻബർഗ്സിനെ കൊണ്ട് പറ്റും. It's not like it's can't. Compared to City midfield, our boys are big and strong. സിറ്റിയില് പിള്ളേരല്ലേ ഉള്ളൂ. സിറ്റിയില് അവര് എന്താ പറയാ, നമ്മളോട് അവര് അങ്ങ് കളിച്ച് അങ്ങ് എത്തി. ആക്ച്വലി ആ മാച്ചിൽ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർഡൻ മിസ് ചെയ്തു, ബാൻസൺ എത്ര ചാൻസ്, ഈസി ചാൻസ് മിസ് ചെയ്തു. ആ ഫോർഡന്റെ ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അതൊക്കെ ഫോർഡന്റെ ടാലന്റിന് ഗോൾ അടിക്കണം. അങ്ങനെ കുറെ ഹാർലിനും ചാൻസ് കിട്ടി, ഹാലൻഡിന് കിട്ടി, അവർക്കും ഒരുപാട് കിട്ടി. ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂ കാസലിനാണ് ഒരുപാട് ചാൻസ് കിട്ടിയത്. ഡൊണറുമ കുറെ സേവ് ചെയ്തു. ഇവിടെ ആണെങ്കിൽ സേവിനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഹാലൻഡിന് ഒരു ഇത് അറിയാതെ തടുത്താ തോന്നുന്നു. ഹോപ്പ് എനിക്കറിയില്ല. കൈ വെറുതെ ഇങ്ങനെ വെച്ച് നിൽക്കുന്നത് കണ്ടു. അത് കയ്യിൽ കൊണ്ടതാണെന്ന് തോന്നണേ. പിന്നെ പറയുകയാണെങ്കിൽ ഫോർഡന്റെ മിസ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഗോൾ കീപ്പറും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇവര് മിസ്സാണ് ഒരുപാട്. ടാർഗറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കളിക്കും വിചാരിക്കുന്നു, നോക്കാം. സിറ്റി ലോസ്റ്റ്, ലിവർപൂൾ ലോസ്റ്റ്, ചെൽസി റെഗുലേഷൻ വിൻ, ചെൽസി ടൈറ്റിൽ റേസ് എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ആക്ച്വലി അവരുടെ ഇഞ്ചുറി ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഇഞ്ചുറി ആയിട്ട് അവർക്ക് ഒരു ചെറിയൊരു സ്ക്വാഡ് ഉണ്ട്, ലൈക്ക് ടു സ്നാച്ച് ദ വിക്ടറി. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത്. അതായത് ഉള്ള ആൾക്കാരെ വെച്ച് പരമാവധി അവർക്കൊരു ഷേപ്പ് ഉണ്ട്, അത് വെച്ച് കളിക്കുന്നുണ്ട്. ദേ ആർ ഗെറ്റിംഗ് ദ റിസൾട്ട്സ്. സോ എന്തായാലും അവര് അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റൂ. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയാ, കുറെ പ്ലേയേഴ്സ് ഇഞ്ചുറിയാണ്. നമ്മൾ ലാവിയൊന്നും മേടിച്ചില്ലാന്ന് മാത്രം. പക്ഷെ കുറെ പ്ലേയേഴ്സ് ഇഞ്ചുറി ലിസ്റ്റിലുണ്ട്, ഇൻക്ലൂഡിങ് ഫാർമർ. എന്നിട്ടും അവര് പരമാവധി കളിച്ച് ജയിക്കുന്നുണ്ട്. പെഡ്രോ നെറ്റോ ഒക്കെ പഴയ ബോൾസിൽ കണ്ട, നമ്മൾ ബിഫോർ ഇഞ്ചുറി കണ്ട ഫോമിലാണ് ആള് കളിക്കുന്നത്. സോ ഇറ്റ്സ് ഗുഡ്. ജെമി ഗിറ്റൻസ് ഓൾസോ ഗെറ്റിംഗ് ടച്ച്. പ്രീമിയർ ലീഗിൽ വന്ന് ആ ഒരു ഇത് അഡാപ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. സോ ആക്ച്വലി ദേ ക്യാൻ പുട്ട് പ്രഷർ. കണ്ടന്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ദേ ക്യാൻ പുട്ട് പ്രഷർ. വെറുതെ അങ്ങനെ നോക്കാതിരിക്കാൻ പറ്റും. എനിവേ അതർ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് സർപ്രൈസിംഗ് റിസൾട്ട് വാസ് സണ്ടർലൻഡ് ലോസ്റ്റ്. പിന്നെ ആസ്റ്റൺ വില്ല വൺ, പിന്നെ പാലസ് ആസ് യൂഷ്വൽ വൺ അഗൈൻസ്റ്റ് വോൾവ്സിന്റെ കാര്യം പോക്കാം. വോൾവ്സ് വിൽ ബി റെലഗേഷൻ കൺഫേം. അങ്ങനെ ഓവറോൾ ഇറ്റ് വാസ് എ ബോറിംഗ് പ്രീമിയർ ലീഗ് വീക്കെൻഡ് ടു വാച്ച് ആസ് എ വ്യൂവർ ഓൾസോ. എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഗെയിം ഇന്ന് രാത്രി ആക്ച്വലി, ലൈക്ക് യുണൈറ്റഡിന്റെ അടിപൊളി കളിയായിരിക്കും. ആസ്റ്റൺ വില്ല മാച്ച് ലീഡ്സ് അടിച്ചിട്ട് അവര് തിരിച്ചു ജയിച്ചത് മാച്ച്. അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വേറെ ഒക്കെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മാച്ചുകൾ. ശരിയാ. കം ബാക്ക് ടു ലിവർപൂൾ PSV പ്രിവ്യൂ. എന്താണ് നമ്മുടെ എക്സ്പെക്ടേഷൻ? ഐ തിങ്ക് ചാമ്പ്യൻസ് ലീഗ് വൈസ് വി ആർ കൈൻഡ് ഓഫ് സേഫ് ഇൻ ടേംസ് ഓഫ് ക്വാളിഫിക്കേഷൻ. സോ ഷുഡ് സ്ലോട്ട് സ്റ്റാർട്ട് റെസ്റ്റിംഗ് പ്ലേയേഴ്സ് ബിഫോർ ഇറ്റ്സ് December comes in where we have back-to-back Premier League games, or
Who do we play? എന്താണ് ഓബിൻ ലൈനപ്പ്? Back four, we don't have any options. In fact, we don't have any options anywhere for that matter. Alisson, I would personally, I would start Ramsey there. So നടക്കാൻ ചാൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ റാംസി, കൊണാട്ടെ, നോട്ട് കൊണാട്ടെ, റാംസി, ജോ ഗോമസ്, വാൻ ഡൈക്ക് ആൻഡ് റോബർട്ട്സൺ, the old boys back, with more stability, all those things. Gravenberch will play with McAllister. In front of that would be Salah, Dominic Szoboszlai, Gakpo, and Isak again. He needs a run of games. Okay. എന്താണ് ഒരു എക്സ്പെക്ടേഷനും ഇല്ല, എല്ലാരും ഡൗൺ ആൻഡ് ഔട്ട്. I would technically would, I mean, എന്താ പറയാ, ഒരു എക്സ്പെരിമെന്റ് if you could have done, that would have been great kind of game under PSV. Try something new, try something different, maybe get something. പക്ഷെ അതങ്ങനെ ചെയ്യാൻ ചാൻസ് കാണുന്നില്ല. എനിക്ക് പറയാനുള്ളത്, I will start a Kitiki on the wing, left wing or Chiesa. ഈ രണ്ടെണ്ണത്തിന് ഒരെണ്ണത്തിന് സ്റ്റാർട്ട് ചെയ്യും ഉറപ്പാണ്, along with Isak. Kitiki or Chiesa on the left wing, പിന്നെ സാല ആസ് യൂഷ്വൽ, സാല ആൻഡ് ഇസക് ഫ്രണ്ട് ത്രീയില്. പിന്നീട് പറയാനുള്ളത്, ഐ വിൽ സ്റ്റാർട്ട് ജോൺസ് വിത്ത് ഗ്രാവൻബർച്ച്. മെക്കാലിസ്റ്ററിനെ ഞാൻ ബെഞ്ചിലിരുത്തും ഉറപ്പാണ്. മെക്ക കുറച്ച് റെസ്റ്റ് ആവാം, മുമ്പ് തന്നെ റെസ്റ്റ് എടുത്ത് പോയതല്ലേ, കുറച്ചുകൂടെ റെസ്റ്റ് ആവാം. അർജന്റീന ഫാൻ അല്ലേ? മെക്ക കളിക്കണ്ട, അവിടെ മെക്ക അവിടെ ഇരിക്കട്ടെ, കുറച്ച് പഠിക്കട്ടെ കളി എങ്ങനെയാന്നൊക്കെ പുറത്ത് കർട്ടിസ് ജോൺസിന്റെ കളി കണ്ട് പഠിക്കട്ടെ അല്ലേ. ആക്ച്വലി ഞാൻ പറയല്ലോ, ജോൺസ് കളിച്ചാൽ ഇറ്റ്സ് ഡിഫറെന്റ് ആക്ച്വലി. അതായത് മേ ബി ലൈക്ക് ഞാന് ലിവർപൂൾ സ്കൗസർ ആയതുകൊണ്ടൊന്നും പറയല്ല, ബട്ട് ഇറ്റ് ഹിറ്റ്സ് ഡിഫറെന്റ്. ആ ഒരു ഫയർ അടിപൊളി തന്നെയാണ്. ഹി പ്രസ് ഇനീഷ്യേറ്റ് ചെയ്യുക, പഴയതുപോലെ ഈ എന്താ പറയാ ലേറ്റ് റിലീസ് ഒന്നും ഇല്ല. സോ ഈ മേക്സ് എ ഇമ്പാക്ട് ഉറപ്പാണ്. അത് വി ക്യാൻ സീ ദാറ്റ്. മേ ബി ബാക്കിയുള്ളവർ ഔട്ട് ഓഫ് ഫോം ആയത് കൊണ്ടാവണമെന്ന് എനിക്കറിയില്ല, ബട്ട് ഹി ക്രിയേറ്റ്സ് എൻ ഇമ്പാക്ട്, ഒരു എനർജി കൊണ്ടുവരുന്നത് ടീമിൽ. Why don't we play Endo? Because how worse can it get? അതായത് ഗ്രാവൻബർച്ചിനെ എന്തിനാണ് കളിപ്പിക്കുന്നത്? You can play Endo midweek, bring on Gravenberch later, because ഇപ്പൊ പറയുകയാണെങ്കിൽ സ്ലോട്ടിന്റെ ഈ പാസിങ്ങും ഈ മിഡ്ഫീൽഡിൽ നിന്ന് ക്യാരി നടക്കുക ഇപ്പോൾ ഉള്ളതിനേക്കാളും മോശമാവൂ at home. So play you might get a defensive stability. Endone കളിപ്പിച്ചു കഴിഞ്ഞാൽ he will stay there itself, he won't push up. അപ്പോൾ my lineup would be, I would play Gomez at right back and Konate, Van Dijk, Robertson. I will play Endo, Jones and Szoboszlai. And as you said, Salah has to play because he's going for AFCON. So maximum ippam kalpichittangu parnuda. Right le Ekitike and Isak, or I would even play Rio. Why not Rio? Ende logic ipo endanu vechal ipo ulladinekkalum mosha avu Rio allengil if we try some Chiesa, whoever it is. Why are we playing our so-called front line or first team when we have lost 6 out of 7? Stability. ഞാൻ അതിൽ അഗ്രി ചെയ്യുന്നു. റിയോ ഇസ് യങ്, റിയോ മൈറ്റ് ലുക്ക് ഫോർ ദ സീനിയർ പ്ലെയർ. മേ ബി ആ ഒരു കണക്ട് സെന്റർ ഫോർവേഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഹി മൈറ്റ് പിക്ക് ദ സെന്റർ ഫോർവേഡ്, ഹി മൈറ്റ് പിക്ക്, ബിക്കോസ് ആ ഒരു നമ്മൾ ചെറുപ്പമാണ്, ഹി മൈറ്റ് ഓൺ ഷൂട്ട് ഓർ സ്കോർ ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. മേ ബി അത് തന്നെയാവും മേ ബി എന്താ പറയാ സെന്റർ ഫോർവേഡിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ആയുധം. ബിക്കോസ് ഹീസ് നോട്ട് വൺ ഡയമെൻഷനൽ. ഗാക്പോനെ പോലെ കണ്ടിന്യൂ ചെയ്യുന്ന ആളല്ല. അത്രേ ഉള്ളൂ. ഹി ക്യാൻ ഡു ദാറ്റ്. ഹി ഗോട്ട് ദ പേസ് ആൻഡ് ഡ്രിബ്ലിംഗ് തിങ്. മേ ബി അതൊരു ഐസക്കിനും ഇക്കിറ്റിക്കും ഒരു ചാൻസ് ആവാം സ്കോർ ചെയ്യാനായിട്ട്. നല്ലൊരു ഓപ്ഷൻ ആണ്. എനിക്ക് കഴിഞ്ഞ മാച്ചിലെ മിനിറ്റ്സ് ഒക്കെ നോക്കി കളിക്കുമ്പോ റോബർട്ട്സണും എക്കിറ്റിക്ക് എന്തായാലും കളിക്കും. പിന്നെ ഇപ്പൊ പോലെ സലാ, ഐ ഡോണ്ട് നോ,
സല ഒന്ന് പുറത്തിരിക്കുക. ഇപ്പൊ മെക്കയുടെ പറഞ്ഞ പോലെ മെക്കലിസ്റ്ററിനെ ഒന്ന് പുറത്തിരിക്കാന്നല്ല, കിയസെ കളിപ്പിക്കാം, റിയോനെ കളിപ്പിക്കാം, എൻഡോനെ കളിപ്പിക്കാം, ഇവരൊക്കെ കളിപ്പിക്കാം. പക്ഷെ എനിക്കറിയില്ല ഈ സ്ലോട്ട് മിക്കവാറും അതേ പ്ലേസിനെ തന്നെ കളിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പോകുന്നത്. എനിവേ നമുക്ക് നോക്കാൻ തന്നെ വീണ്ടും വളരെ ലേറ്റ് ആയിട്ടുള്ള കിക്ക് ഓഫ് നമുക്ക് 1:30-ക്കുള്ള മാച്ചാണ്. എന്തായാലും എല്ലാവരും പലരും ആലോചിക്കുന്നുണ്ടാവും ഇനി ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്ന് വീണ്ടും തോൽക്കണ കാണണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരെ ഗ്രൂപ്പിൽ കാണാൻ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നമ്മള് എനിക്ക് നന്നായിട്ട് കളിക്കുന്ന തന്നെ ഫീൽ ചെയ്യണം. നന്നായിട്ട് കളിക്കാനുള്ള എല്ലാ ചാൻസും കണ്ട് ഇതിന്റെ ഒരു റിയാക്ഷൻ എന്തായാലും അടുത്ത മാച്ചിൽ നമ്മൾ PSVയുടെ അടുത്ത് കാണാം. നമ്മൾ ഇതുപോലെ കളിച്ച സമയത്താണ് നമ്മൾ ഫ്രാങ്ക്ഫർട്ടിനെതിരെ നല്ലൊരു റിയാക്ഷൻ വന്നത്, നല്ലൊരു വിൻ അവിടെ ഉണ്ടായി. അതുപോലെ നല്ലൊരു വിന്നായിരിക്കും ഇതിലുണ്ടാവണ. ആരും വെറുതെ കിടന്നുറങ്ങി കളയരുത്. എല്ലാരും മാച്ച് കാണാൻ നല്ല രസമുള്ള മാച്ച് ആയിരിക്കും. ഈ മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂല് നമ്മൾ ഫുൾ എനർജിയിലായിരിക്കും വീണ്ടും പോവുക. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മള് ഈ ലാസ്റ്റ് പ്രീമിയർ ലീഗിന്റെ മാച്ചസ് ഒരു ലൂക്ക് വാം മാച്ചസ് ആണെന്ന് പറഞ്ഞ, പക്ഷെ ഈ വീക്കെൻഡ് അങ്ങനെയല്ല. ഫോർ എ ഫുട്ബോൾ ഫാൻ യു ഹാവ് ചെൽസി വേഴ്സസ് ബാഴ്സലോണ, യു ഹാവ് ആർസണൽ വേഴ്സസ് ബയേൺ, യു ഹാവ് PSG വേഴ്സസ് സ്പേഴ്സ്. It's a really good weekend for football fans in terms to watch. Again, ഞാൻ പറഞ്ഞ പോലെ ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ഈ ഫോർമാറ്റിൽ you have big games but less riding on it. Just friendly games. Friendly games പോലെ. അതെ. So മുഴുവൻ പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്നതാണെങ്കിലും നമ്മളിപ്പോ PSV ലാസ്റ്റ് ടൈം ലീഗ് ചാമ്പ്യൻസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ലാസ്റ്റ് ഇയർ തോറ്റതാണ് അവരോട്, ബിക്കോസ് യു ഓൾറെഡി ക്വാളിഫൈഡ് ആസ് ടോപ്പ് 2. ബട്ട് ദർ ഇസ് നത്തിങ് റൈഡിങ് ഓൺ ദ ഗെയിം ഫോർ അസ് ഓൾസോ. അല്ലേ, നമ്മൾക്ക് ഇതിനെ കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. വി ആർ ഓൾ പണ്ട് ചാമ്പ്യൻസ് ലീഗ് എന്നൊരു ആന്തം വരുമ്പോ തന്നെ നമുക്ക് ഗൂസ് ബംസ് ആണ്. അത് അങ്ങ് കട്ടായി പോയി. ഞാനും സുദീപും MLB കാണുന്ന പോലെ എല്ലാ വീക്കെൻഡും യാങ്കീസ് വേഴ്സസ് റെഡ് സോക്സോ മറ്റേ ലോസ് ആഞ്ചലസ് ഡോഡ്ജേഴ്സ് വേഴ്സസ് ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാവുന്ന പോലെ ബിഗ് ഗെയിംസ് ഉണ്ട്. കാണാം. തോറ്റു കഴിഞ്ഞാൽ കൈ കൊടുത്ത് പിരിയാം, അത്രേ ഉള്ളൂ. There are no iconic moments in group stages anymore. കാരണം ഏർലിയർ അഗെയിൻ ഞാൻ ഇതേ പോഡ്കാസ്റ്റിൽ പറഞ്ഞതാണ്, people will talk about a lot of group games was also like this, but group games had a certain, നമുക്കൊരു പേടിയുണ്ട്, തേർഡ് ആവോ, യൂറോപ്പിലേക്ക് പോവോ, അല്ലെങ്കിൽ എന്തോ ഹോം ഗെയിംസ് ആർ ഇമ്പോർട്ടന്റ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ മെഡ്രിഡിനോട് നമ്മൾ ശരിക്കും ഹോമിൽ ജയിച്ചു. പണ്ട് ജയിച്ചാലും ഒരു പേടിയുണ്ട്, കാരണം നമ്മൾ അങ്ങോട്ട് പോവാണ്ട്. അപ്പൊ അവന്മാര് പറയും വൺ ഡേ ഗെയിംസ് മാത്രമേ ഉള്ളൂ മാക്സിമം. ട്രെൻഡ് പറയും നിങ്ങൾ ബെർണബോയിലേക്ക് വാ, അവിടെ ബ്രാഡ്ലി കളിക്ക് എന്നുള്ള ഫുട്ബോളിന്റെ ഒരു എന്താ പറയാ, എനി സ്പോർട്ട് ഫോർ ദാറ്റ് മാറ്റർ, ഇറ്റ് മാറ്റേഴ്സ് ഓൺലി വെൻ ദർ ഈസ് എ സർട്ടൻ കണ്ടെക്സ്റ്റ് ടു ദ ഗെയിം. അല്ലെങ്കിൽ എത്ര ബിഗ് ടീംസും വന്ന് കളിച്ചിട്ട് ഒരു കാര്യമില്ല. വി വോണ്ട് ഫീൽ ദാറ്റ്. ഇത് എന്റെ പേഴ്സണൽ വ്യൂ ആണ്. ഈ ഫോർമാറ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, സുദീപിന് ഇഷ്ടമാണ്. എസ്പെഷ്യലി ആ ലാസ്റ്റ് ഡേ ഓഫ് ഗ്രൂപ്പ് വേർ എല്ലാരും എവിടെ ഫിനിഷ് ചെയ്യുമെന്ന് അറിയാത്ത ഒരു. അതെ, നല്ല രസമാണ്. ആരായിട്ടാണ് നമ്മുടെ മാച്ച് നോക്കൌട്ട് റൗണ്ടിൽ വരിക എന്നുള്ളത് ഓരോ മിനിറ്റും മാറിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഒരു ദിവസത്തെ ഇതിനു വേണ്ടി വി ആർ ടെക്നിക്കലി എന്താ പറയാ, ഗെയിമിന്റെ ഒരു പ്രസ്റ്റീജ്. കാരണം ഞാൻ ഇന്ന് ആക്ച്വലി ലൈനപ്പ് നോക്കുമ്പോ, ഫിക്സ്ചർ നോക്കുമ്പോ ചെൽസി വേഴ്സസ് ബാഴ്സ എന്ന് കണ്ടു. എന്റെ മനസ്സിൽ വന്നത് ആ മാച്ചാണ്. ഇനിയസ്റ്റ ഒരു ഗോളില്ല, ചെൽസി വേഴ്സസ് ബാഴ്സ. ഐ തിങ്ക് 2007 or I don't know exact year. 8-7-9 ബാഴ്സ ജയിച്ചല്ല, 7 മിലാൻ ജയിച്ച സമയം. 95th മിനിറ്റ് എന്ന് പറഞ്ഞ ഗോളും തോന്നുന്നു. ആ അങ്ങനത്തെ ഗെയിംസിന്റെ ഒരു മൂല്യം കുറയുന്ന ഒരു ഫീല് എനിക്കുണ്ട്. എനിവേ വി ആർ ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദ ടോപ്പിക്. എനിവേ മെഡ്രിഡ് ഡ്രോ ദിസ് വീക്ക്. മിലാൻ ഡാബി AC മിലാൻ ജയിച്ചു. അങ്ങനെയൊക്കെ നടന്നു. കുറെ ലിവർപൂൾ ഫാൻസ് ഫുട്ബോൾ ഓഫ് ആക്കിയിട്ട് അങ്ങ് പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആർസണൽ മാച്ചിന്റെ ടൈമിലൊന്നും ഗ്രൂപ്പ്സിലും മെസ്സേജസിലും ആക്ടിവിറ്റി ഒന്നും ഇല്ല. എന്റെ ഏതോ കാലത്തെ യുണൈറ്റഡ് ഫാൻസും ചെൽസി ഫാൻസൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും മെസ്സേജൊക്കെ അയക്കാൻ തുടങ്ങി. അപ്പോ
എനിവേ ടഫ് ടൈം ഫോർ ലിവർപൂൾ ഫാൻ. ഞാൻ അങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. സുദീപ് അല്ല ഇനിയിപ്പോ റാപ്പ് ചെയ്യാനൊന്നും ഇല്ല, നമ്മള് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോ നമുക്ക് അടുത്ത മാച്ചിൽ നമ്മൾ ഈ മാച്ച് ജയിച്ചിട്ട് അടുത്ത പ്രീവിയന് കാണാം എന്ന് പറയാം. ഓക്കെ, എല്ലാവർക്കും ബൈ. ബൈ.